പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളത്. അവിടെ പറയുന്നത് അത് ഇരുവായ്ത്തലയുള്ള വാൾ പോലെ മൂർച്ചയുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് രണ്ടുപേരെയും വെട്ടുമെന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. കേൾക്കുന്ന എന്നെയും പറയുന്ന വ്യക്തിയും വെട്ടും, മുറിക്കും, അങ്ങനത്തെ ഒരു വചനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ ഇരുവായ്ത്തല മൂർച്ചയുള്ള വാളെന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഏറ്റവും വേഗം ഷാർപ്പായിട്ട് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് എന്ന അർത്ഥത്തിലാണ് ഇരുവായ്ത്തലയുള്ള വാളെന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഒരു വശത്ത് മാത്രം മൂർച്ചയുള്ള വാള് അത് ഇറങ്ങി ഒരു മാംസത്തിൽ അല്ലെങ്കിൽ ഒരു വസ്തുവിലേക്ക് ഇറങ്ങി പോകുന്നതിനേക്കാൾ ഇത് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുമെന്ന അർത്ഥത്തിലാണ് ഇരുവായ്ത്തലുള്ള വാൾ എന്ന് വചനത്തിൽ പറയുന്നത്. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ആഴത്തിൽ, അതായത് നമ്മൾ മറ്റെന്തിന് നമ്മളെ സ്വാധീനിക്കാൻ കഴിയാവുന്നതിനും അധികമായി നമ്മെ സ്വാധീനിക്കുന്നതാണ് വചനം. അതുകൊണ്ടാണ് പറയുന്നത് അത് ശരീരത്തെയും അസ്ഥിയെയും ഞരമ്പുകളെയും ഒക്കെ വേർപിടിവിക്കോളം, മജ്ജയൊക്കെ വേർപിടിവിക്കോളം ഇറങ്ങിച്ചെല്ലും. അപ്പൊ അവിടെ അത് ഇറങ്ങിച്ചെല്ലുന്നു മറ്റ് എന്ത് വസ്തുവിനേക്കാളും വളരെ ഷാർപ്പായിട്ട് ഇറങ്ങി വന്ന് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു എന്ന അർത്ഥത്തിലാണ് ആ വാക്യം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ അതിനെ അങ്ങനെ വേണം മനസ്സിലാക്കാൻ. അപ്പൊ അങ്ങനെ അവിടെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച എബ്രായ ലേഖനത്തിന്റെ നമ്മൾ 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. വിശ്വാസത്തിന്റെ നായകന് പൂർത്തി വരുത്തുന്നതിനുമായ യേശു. വിശ്വാസത്തിന്റെ നായകൻ, അപ്പൊ അതായത് വിശ്വാസത്തെ തുടങ്ങി അതിനു മുമ്പ് വരെ ന്യായപ്രമാണത്താലുള്ള നീതിയും ന്യായപ്രമാണത്തുള്ള നിവൃത്തിയുമായിരുന്നു അവരുടെ ഫോക്കസ്, അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി അവർ ഓടിക്കൊണ്ടിരുന്നതും അവരെ ആവോളം ആ നീതിയുടെ നിവൃത്തിക്ക് വേണ്ടി അവരുടെ പരിശ്രമം അങ്ങനെയായിരുന്നു. പക്ഷെ ഇവിടെ ദൈവവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനപ്പുറമായിട്ട് വിശ്വാസം, അതായത് പ്രവൃത്തിയാലുള്ള അവരെങ്ങനെയെങ്കിലും പ്രവൃത്തികൾ ചെയ്ത് നീതീകരിക്കപ്പെടുവാനായിട്ട് ഓടി നടക്കുമ്പോൾ കർത്താവ് പറയുന്നതില്ല, വിശ്വാസത്താലുള്ള നീതിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കർത്താവ് വിശ്വാസത്താലുള്ള നീതിയെ ആരംഭിച്ചു. ഇതിന് തൊട്ടു മുമ്പ്, അതായത് ഈ 12-ാം അധ്യായം 2-ാം വാക്യം ഇങ്ങനെ പറയുമ്പോൾ 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് വിശ്വാസവീരന്മാരുടെ വലിയൊരു പട്ടിക നമ്മളോട് കാണുന്നു. അവരെങ്ങനെയായിരുന്നു, അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു, അവർ വിശ്വാസത്തിൽ എന്തൊക്കെ നേടി, അതൊക്കെയാണ് പറഞ്ഞു വരുന്നത്. എന്നാൽ നമ്മൾ ഈ എബ്രായ ലേഖനത്തിന്റെ 10-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അതിന്റെ 38-39 വാക്യങ്ങളെ വായിക്കും. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിൽ അവന് പ്രസാദം. അപ്പൊ അവിടെ പറയുന്നത് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. കർത്താവിന്റെ നീതിമാൻ ഇനി ജീവിക്കുന്നത് താൻ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ടാണ്. അവരവരുടെ നീതിയുടെ പ്രവൃത്തി ചെയ്യുന്നു, അവർ നീതിമാന്മാരെന്ന് അവർ തന്നെ അവരെ ഗണിക്കുന്നു. പക്ഷെ ഇവിടെ പറയുന്നത് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അവന്റെ ജീവിതത്തിൽ നീതിമാനായി മാറുന്നതും അവൻ ജീവിക്കുന്നതും വിശ്വാസത്താൽ, ബൈ ഫെയ്ത്ത്. ഇപ്പൊ വിശ്വസിക്കുന്നു. അപ്പൊ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബൈ ഫെയ്ത്ത് എന്നാണ്, ബൈ ഫെയ്ത്ത്. അപ്പൊ അവിടെ അവര് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എന്നിട്ട് 39-ാം വാക്യത്തിൽ പറയുന്ന നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലേക്കല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലെത്തിലാവും. അപ്പൊ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, ഇവിടെ പ്രവൃത്തികളാലുള്ള നീതി ന്യായമല്ല ഇവർ ഓടി നടന്ന് അവര് ചിലര് പ്രാപിച്ചില്ലേ, നമ്മൾ പലതരത്തിൽ അതിനെക്കുറിച്ച് കാണും. അവരുടെ പ്രവൃത്തികളാൽ അവരുടെ ജീവിതത്തിൽ ആവോളം അവർക്ക് ഏതൊക്കെ നിലയിൽ പ്രവർത്തിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാനോ അല്ലെങ്കിൽ ദൈവത്തിന് എന്തൊക്കെ കൊടുക്കാൻ സാധിക്കും അതെല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രവൃത്തികളിൽ അവർ വളരെ ഫോക്കസ്ഡ്. പക്ഷെ ആ പ്രവൃത്തികളിൽ ഫോക്കസ്ഡ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന അവരുടെ ജീവിതത്തിനകത്ത് ആ പ്രവൃത്തികളാൽ അവർക്ക് വേണ്ടതുപോലെ പ്രാപിക്കേണ്ടതൊന്നും പ്രാപിക്കാൻ സാധിച്ചില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവിടെ കർത്താവിനെ കുറിച്ച് പറയുന്നത് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. കർത്താവ് നമ്മളെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് അടുത്ത വാക്യം പറയുന്നത് നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലേക്കല്ല. എന്താണ് ഈ പിന്മാറ്റം എന്ന് പറയുന്നത്?
പിന്മാറ്റം എന്ന് പറയുന്നത് വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്നതിന് പകരം വീണ്ടും പ്രവൃത്തിയിലേക്ക് പോകുന്നവരെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നുള്ള കൂട്ടം. വിശ്വസിച്ച് ജീവരക്ഷ. വിശ്വാസമാണ് ജീവരക്ഷയുടെ ആധാരം, അടിസ്ഥാനം. നമ്മളത് മനസ്സിലാക്കും. എബ്രായലേഖനം 11-ാം അധ്യായത്തില് നമ്മൾ അത് ആരംഭിക്കുന്നത് എങ്ങനെയാണ്? വിശ്വാസം എന്നത് ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയം. അവിടെ രണ്ട് വിധത്തിലുള്ള കാര്യങ്ങൾ ഒരുപോലെ കണക്ട് ചെയ്താൽ പറയും. അപ്പൊ അവിടെ നീതീകരിക്കപ്പെടുക എന്നതിന് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വിശ്വാസം എന്ന ആ ഒരു തലത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു കാര്യം ഇതാണ്, ബിലീഫ്. വിശ്വാസത്തെ ബിലീഫ് എന്ന പദം കൊണ്ടാണ് അവിടെ അർത്ഥമാക്കുന്നത്. അതായത് മലയാളത്തിൽ നമ്മൾ വിശ്വാസം എന്ന ഒറ്റ പദമാണ് ഉപയോഗിക്കുന്നത്. ഇംഗ്ലീഷിൽ രണ്ട് പദങ്ങളാണ് അവിടെ കാണുന്നത്, ഫെയ്ത്ത് ആൻഡ് ബിലീഫ്. ഫെയ്ത്ത് ആൻഡ് ബിലീഫ്. അപ്പൊ അവിടെ ഈ എന്താണ് ഇത് തമ്മിലുള്ള അന്തരം, എന്ത് തമ്മിലുള്ള വ്യത്യാസം എന്ന് അത് നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പൊ നമ്മളോട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബിലീഫ് എന്ന് പറയുമ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം, ബിലീഫ് ഇൻ ഗോഡ്. ബിലീഫ് ഇൻ ഗോഡ്, അത് യേശു പിതാവായ ദൈവം ആരാകുന്നു, അവൻ സർവശക്തനാണ്, നീതിമാനാണ്, പിതാവാണ്, രക്ഷകനാണ്. ബിലീഫ്, ബിലീഫ്, ബിലീവ് ഇൻ ഹിം. അവൻ ആരാണോ, അവൻ എന്താണോ അതിനെ വിശ്വസിക്കുന്നതാണ് ബിലീഫ്. അതായത് രക്ഷിക്കപ്പെടുക എന്നതിനെ കുറിച്ച് പറയുമ്പോൾ ബിലീവ് ഇൻ യുവർ ഹാർട്ട് ആൻഡ് കൺഫസ് വിത്ത് യുവർ മൗത്ത്. ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, വായ കൊണ്ട് ഏറ്റുപറയണം. അപ്പൊ അവിടെ ബിലീഫ് എന്നാ ഉപയോഗിക്കുന്നത്. അപ്പോ ദൈവം ആരാണ്, ദൈവം ഏത് അവസ്ഥയിലായിരിക്കുന്നു, ശക്തനാണ്, സർവശക്തനാണ്, സൃഷ്ടിച്ചവനാണ്, രക്ഷിതാവാണ്, വിശ്വസിക്കുക. അതാണ് ബിലീവ് എന്ന് പറയുന്ന പദം കൊണ്ട്, ബിലീവ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്ന അതാണ്. നമ്മള് ദൈവം ആരായിരിക്കുന്നു ആ അവസ്ഥയെ അതുപോലെ തന്നെ അവനെ കണ്ടുകൊണ്ട് അവനെ വിശ്വസിക്കുക. ദൈവമാണ് സകലത്തിനെ സൃഷ്ടിച്ചവൻ, ബിലീവ്. ദൈവമാണ് എനിക്ക് വേണ്ടി പുത്രനെ ക്രൂശിൽ യാഗമാക്കി തന്നവൻ, ബിലീവ് ഇൻ ഹിം, വിശ്വസിക്കുക. അവൻ സർവശക്തനാണ്, ബിലീവ്. ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് ബിലീവ്. എന്നാൽ ഇവിടെ ജീവരക്ഷ പ്രാപിക്കാൻ ബിലീഫ്, വിശ്വാസം എന്നതിനെ ബിലീവ് എന്ന പദം കൊണ്ടാണ് അവിടെ അർത്ഥമാക്കുന്നത്. എബ്രായലേഖനം 10-ാം അധ്യായത്തിന്റെ 39-ാം വാക്യത്തിൽ ബിലീഫ് എന്ന് പറയുമ്പോൾ 11-ാം വാക്യത്തിൽ പറയുന്നത് now faith is. അബ്രഹാം മുതലുള്ളവർ കൊണ്ടായിരുന്നത് ബിലീഫ്. പക്ഷെ ഇവിടെ പറയുന്നത് now faith is. അപ്പൊ എന്താണ്? അതായത് ബിലീഫ് എന്ന് പറയുന്നത് അവൻ ദൈവം ആരായിരിക്കുന്നു അതേപോലെ അറിയുന്നതിന്റെ പേരാണ് ബിലീഫ്. എന്നാൽ ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ എന്താണെന്നറിയാം. അതായത് ദൈവം നമ്മെ നിയോഗിച്ച നിലയിൽ എന്നെ ആരാക്കി വെച്ചിരിക്കുന്നു, എന്നെ എങ്ങനെ സൃഷ്ടിച്ചു, എന്നെ ഏത് നിലയിലാക്കി വെച്ചിരിക്കുന്നു, ആ വിശ്വാസത്തോടുകൂടെ, ദൈവത്തെക്കുറിച്ചുള്ള അറിവോടുകൂടെ ഞാൻ വിശ്വാസത്താൽ എടുക്കുന്ന സ്റ്റെപ്പ്, ഞാൻ എൻ്റെ നിൽപ്പ്, എൻ്റെ അകത്ത് അതിൻ്റെ റിയാക്ഷന്, അത് റിയാക്ട് ചെയ്യത്തക്കോണം എന്നിലുണ്ടാകുന്ന വിശ്വാസത്തെ പറയുന്നതാണ് ഫെയ്ത്ത്. അപ്പൊ യുവർ ഫെയ്ത്ത് ഹീൽ യു. അപ്പൊ അവിടെ ഈ സൗഖ്യത്തിന്റെ കാര്യങ്ങളെല്ലാം പറയുന്നത് യേശുക്രിസ്തു അനേകരെ സൗഖ്യമാക്കിയപ്പോഴും ചിലരൊക്കെ വന്ന് ബലം പ്രയോഗിച്ച് സൗഖ്യമായി പോയവരുണ്ടല്ലേ. രക്തസ്രാവക്കാർ വസ്ത്രം തൊട്ട് സൗഖ്യം പ്രാപിച്ചു. അതുപോലെ നമ്മുടെ ശതാധിപൻ പറഞ്ഞു, കർത്താവ് നീ ഒരു വാക്ക് പറഞ്ഞു സൗഖ്യം. കനാന്യ സ്ത്രീ വന്നിട്ട് പറഞ്ഞു എനിക്കുള്ളത് കിട്ടിയേ പറ്റൂ. അവര് പിടിച്ചെടുത്തോണ്ട് പോയി, ബലം പ്രയോഗിച്ച് അത് വാങ്ങിച്ചോണ്ട് പോയി. അപ്പൊ അവരെ ആ കാറ്റഗറി ആളുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ദൈവത്തിലുള്ള വിശ്വാസം തങ്ങളിലൂടെയോ തന്നിലേക്കോ
ആ ആകുന്ന നിലയിലുള്ള ആ ആക്ഷൻ, ആ ഒരു നിലയിലുള്ള ഫെയ്ത്തിന്റെ മൂവിനെയാണ്, വിശ്വാസത്തെയാണ് ഫെയ്ത്ത് എന്ന വാക്കുകൊണ്ട് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് നൗ ഫെയ്ത്ത് ഈസ്, വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയം. എന്നിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വിശ്വാസത്താൽ ആബേൽ എന്ന് മുതൽ ആരംഭിക്കുകയാണ് 4-ാം വാക്യം. ഈ 4-ാം വാക്യം മുതല് ഹാബേൽ മുതൽ ഓരോരുത്തരെ കുറിച്ച് പറഞ്ഞ് ഹാബേൽ മുതൽ അബ്രഹാമിനെ കുറിച്ച്, ഇസ്ഹാക്കിനെ കുറിച്ച്, യാക്കോബിനെ കുറിച്ചൊക്കെ പറഞ്ഞു വരിക. പറഞ്ഞു വന്നിട്ട് അതിന്റെ 40-ാം വാക്യം, അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്നും മുൻകരുതിയിരുന്നു. അപ്പൊ ഇവിടെ പറയുന്നത് അവർ വിശ്വസിച്ചു കേട്ടോ. ആരാ? ആബേൽ മുതൽ ഈ പറയുന്ന സകലരും അവിടെ കല്ലേറ് കൊണ്ടു, വാളാൽ അറുക്കപ്പെട്ടു, ഇവരെ കുറിച്ചെല്ലാം ഇവരെല്ലാം ഇങ്ങനെ ആയിരുന്നെങ്കിലും അവരാരും നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടത്. അപ്പൊ അവിടെ പറഞ്ഞൊരു കാര്യം ഇതാണ്, നമുക്ക് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠമായതൊന്ന് മുൻകരുതി. എന്താണ് ശ്രേഷ്ഠമായത്? അവിടെ നമ്മൾ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കണം. ദൈവത്തിന്റെ ആ ഗ്രേറ്റ് പ്ലാൻ, ദൈവത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ പദ്ധതി എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിനകത്ത്, അവരുടെ ലൈഫിൽ അവർ പ്രവൃത്തികളാൽ ചെയ്ത് അവരുടെ ജീവിതത്തിനകത്ത്, അവരുടെ ലൈഫിൽ അവർ അർഹിക്കുന്നത് ചിലത് പ്രാപിച്ചു. എന്നാൽ ഇവിടെ പ്രവൃത്തി കൊണ്ടല്ല, വിശ്വാസത്താൽ പ്രാപിച്ചു. ഇവിടെ വചനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവർ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചില്ല എന്ന് അവരെ കുറിച്ച് പറയുന്നു. നമുക്ക് 39-ാം വാക്യം, എബ്രായ ലേഖനം 11:39, അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം പ്രാപിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. വാഗ്ദത്തത്തിന്റെ നിവൃത്തിയിൽ അവരെത്തി. അപ്പൊ അവർക്ക് യഹൂദന്മാർക്ക് ദൈവം വാഗ്ദത്തം ചെയ്തിരുന്നത് മശിക. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവര് ദാവീദിലേക്കായിരുന്നു നമ്മുടെ ഫോക്കസ്. ദാവീദിനെ പോലൊരു രാജാവ് അവർക്കുണ്ടായിരുന്നു. അതായിരുന്നു അവരുടെ ഫോക്കസ്, അതായിരുന്നു അവരുടെ ഹൃദയത്തിലെ ആഗ്രഹം. പക്ഷെ ദാവീദിനെ പോലൊരു രാജാവിനോട് കിട്ടിയില്ല. പക്ഷെ കർത്താവിന് വാഗ്ദത്തം അതായിരുന്നു. they waited for that. അവർ കാത്തിരുന്നു. അപ്പൊ അവര് കാത്തിരുന്ന മശിയെ, അവരുടെ വാഗ്ദത്തം മശിയെ. പക്ഷെ ജാതികളുടെ വാഗ്ദത്തം മശിയെ, ജാതികളുടെ വാഗ്ദത്തം പരിശുദ്ധാത്മാവ്. അതായത് മശിക വന്ന് അവരുടെ ന്യായപ്രമാണ ലംഘനത്തിന് പരിഹാരം കണ്ടു. അതെ, യേശുക്രിസ്തുവിലൂടെ ന്യായപ്രമാണത്തിന്റെ ലംഘനത്തിന് പരിഹാരം വരുത്തി. കാരണം യേശുക്രിസ്തു ആ ന്യായപ്രമാണ പ്രകാരമുള്ള ശിക്ഷാവിധി മുഴുവൻ ഏറ്റപ്പോൾ ന്യായപ്രമാണത്താലുള്ള ശിക്ഷ അവന്റെ മേലായി. എന്നാൽ ആദാമ്യ തലമുറയുടെ വിഷയം ന്യായപ്രമാണ ലംഘനമല്ല, അനുസരണക്കെടിനാൽ പാപം. അവിടെ അതാണ് പറ്റിയത്. അപ്പൊ അതാണ് റോമാലേഖനത്തിൽ പറയുന്നത്, ഏകന്റെ അനുസരണക്കെടിനാൽ അനേകർ പാപികളായി തീർന്ന പോലെ ഒരുവന്റെ അനുസരണത്താൽ അനേകം നീതിമാന്മാരായി തീർന്നു. അപ്പൊ അവിടെ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒന്ന്, ആദാമിന്റെ അനുസരണക്കേടുകൊണ്ട് പാപികളെ, അതുകൊണ്ട് ന്യായപ്രമാണ ലംഘനം നിമിത്തം പാപത്തിൽ, ലംഘനത്തിൽ, അകൃത്യത്തിലായിരുന്നവർക്ക് വേണ്ടി യേശു ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളെല്ലാം നിവർത്തിച്ചു. എന്നാൽ ആദാമ്യ തലമുറയുടെ ആ ബന്ധം നിമിത്തം പാപികളായി തീർന്ന നമുക്ക് വേണ്ടി യേശു ക്രിസ്തു പാപമായി തീർന്നു. അപ്പോൾ ഇപ്പോഴ് ന്യായപ്രമാണത്തിന്റെ നിവൃത്തിയിലൂടെ അല്ല നാം ദൈവത്തിന്റെ മക്കളായി തീർന്നു. നാം മക്കളായി തീർന്നത് പരിശുദ്ധാത്മാവെന്ന ദാനത്താൽ. പരിശുദ്ധാത്മാവെന്ന ദാനം നമുക്ക് നൽകപ്പെട്ടു. അവിടെയാണ് മശിക യഹൂദന്മാരുടെ പ്രത്യാശയായിട്ട് നിന്നപ്പോൾ പരിശുദ്ധാത്മാവ് ജാതികളുടെ പ്രത്യാശ. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 3:14 പറയുന്നത്, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ഇപ്പോ ജാതികൾക്ക് അല്ലെങ്കിൽ സകല മാനവ ജാതിക്കുമുള്ള വാഗ്ദത്തമാണ് പരിശുദ്ധാത്മാവ്. യഹൂദന്മാരുടെ പ്രത്യാശയായിരുന്നു എന്ത്? ന്യായപ്രമാണ നിവൃത്തിയിലൂടെ മശികയുടെ വെളിപ്പാട്. അതായിരുന്നു അവരുടെ പ്രത്യാശ. പക്ഷെ യേശുക്രിസ്തുവിനോട് സംഭവിച്ചത് രണ്ട് കാര്യങ്ങൾക്ക് പരിഹാരം വരും. അതുകൊണ്ടാണ് ലോകത്തിന്റെ പാപത്തെ ചുമന്നു നിൽക്കുന്ന ദൈവത്തിന് നമ്മുടെ അകൃത്യങ്ങൾ അവന്റെ മേൽ ചുമത്തും.
നമ്മുടെ അതിക്രമങ്ങൾ അവന്റെ മേൽ ചുമത്തി. അങ്ങനെ ന്യായപ്രമാണത്തിലെ ലംഘനത്താൽ വന്ന പാപവും അകൃത്യങ്ങളും ലംഘനങ്ങൾ, ആദാമിന്റെ അനുസരണക്കേട് നിമിത്തം വന്ന പാപം, ഇതിന് രണ്ടിനും യേശു ക്രിസ്തുവിൽ പരിഹാരം വരുത്തി. അങ്ങനെ ഇത് രണ്ടിനും യേശു ക്രിസ്തുവിലൂടെ പരിഹാരം വരുത്തിയപ്പോൾ അങ്ങനെ പരിഹാരം വരുത്തപ്പെട്ട അവസ്ഥയിൽ നിന്ന് നിങ്ങളും ഞാനും ഇന്ന് ഒരു വ്യക്തി ദൈവമകനായോ മകളായോ നീതിമാനായോ മാറുന്നത് പ്രവർത്തികളുടെ ബലത്താലല്ല, ആത്മാവിനാലുള്ള നീതീകരണത്താൽ, അതായത് വിശ്വാസത്താൽ ആത്മാവിനെ പ്രാപിക്കുമ്പോൾ. അതാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ 19 അധ്യായത്തില് 2 വാക്യത്തില് എഫേസസിൽ പൗലോസ് എന്ന പൗലോസ് ചോദിക്കും, നിങ്ങൾ വിശ്വസിച്ചിട്ട് ആത്മാവിനെ പ്രാപിച്ചുവോ? അവർ പറഞ്ഞു, ഞങ്ങൾ ആത്മാവിനെ കുറിച്ച് കേട്ടിട്ടില്ല. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, പരിശുദ്ധാത്മാവിന് വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ഇപ്പൊ വിശ്വസിക്കുന്നവർക്കുള്ള വാഗ്ദത്തമാണ് പരിശുദ്ധാത്മ. അപ്പൊ ഇവിടെ നമുക്ക് ഈ എബ്രായ ലേഖനത്തിന്റെ 11 അധ്യായത്തിൽ 10, 11, 12 അധ്യായങ്ങൾ വായിക്കും. വിശ്വാസത്തെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ അവിടെ വളരെ പ്രാധാന്യത്തോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിച്ചില്ല. കാരണം രക്ഷിക്കപ്പെടാൻ നിദാനം പ്രവൃത്തികളല്ല, രക്ഷിക്കപ്പെടാനുള്ള നിദാനം എന്താണ്? വിശ്വാസം. അപ്പൊ ഇവർക്ക് എന്തിനാ വിശ്വസിക്കുന്നത്? വിശ്വസിക്കാൻ എന്തെങ്കിലും വേണ്ടേ? ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് എനിക്ക് അവകാശവാദം ഉന്നയിക്കാനായിട്ട് എനിക്ക് വിശ്വസിക്കാൻ എന്തെങ്കിലും കാര്യങ്ങൾ വേണ്ടേ? അപ്പൊ അവർക്ക് വിശ്വസിക്കാൻ ഒരു കാരണമില്ലാതിരിക്കെ കാരണം ഉണ്ടാക്കുകയായിരുന്നു യേശുവിന്റെ ക്രൂശ് മരണത്തിന്റെ ഒരു കാര്യം. അതായത് അവർക്ക് പറയാം, യേശു ക്രൂശിൽ മരിച്ചതുകൊണ്ട് ഞാൻ നീതിമാൻ. ഞാനത് വിശ്വസിക്കുന്നു. യേശു എനിക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു എന്റെ നീതിക്ക് വേണ്ടിയാണ് അടിക്കപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്താലുള്ള നീതീകരണമാണ് ഹല്ലേലൂയ നമുക്ക് പരിശുദ്ധാത്മാവെന്ന ദാനം, പരിശുദ്ധാത്മാവെന്ന പുത്രത്വത്തിന്റെ അവകാശം ലഭിക്കാനിടയായിട്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ കർത്താവിനെ കുറിച്ചുള്ള ബോധ്യം നിങ്ങളകത്ത് വരും. നിങ്ങൾ മനസ്സിൽ ഓടി നിറച്ചെഴുതി വെക്കേണ്ട ഒരു കാര്യം. ആമേൻ. അത് നിങ്ങളുടെ ഉള്ളിൽ ആഴമേറിയ ബോധ്യമായിരിക്കും. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നിങ്ങൾ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിച്ചു. നമ്മൾ വാഗ്ദത്തത്താൽ ജനിച്ചവരായി മാറി. അതാണ് വചനം വ്യക്തമായിട്ട് പറയുന്നത്. ജഡപ്രകാരം ജനിച്ചവരല്ല മക്കൾ, വാഗ്ദത്തപ്രകാരം ജനിച്ചവരാണ് മക്കൾ. അതാണ് ഗലാത്യ ലേഖനത്തില് അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഗലാത്യ ലേഖനം 4 അധ്യായത്തില് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 4 അധ്യായം, ഗലാത്യ ലേഖനം 4 അധ്യായം 28 വാക്യം, നാമോ സഹോദരന്മാരെ ഇസഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാകും. 23 വാക്യം, ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകനും വാഗ്ദത്തത്താലും ജനിച്ചിരിക്കുന്നു. ഈ വാഗ്ദത്തത്താൽ ജനിച്ചവനാണ് അവകാശി, ജഡപ്രകാരം ജനിച്ച ആളാണ്. ഈ ജഡപ്രകാരം ജനിച്ചവന് കൊടുക്കാം, ആദ്യം ജനിച്ച ആൾക്ക് കൊടുക്കാം. എന്താണ്? അബ്രഹാമിന്റെ സ്വത്ത് കൊടുക്കും, അബ്രഹാമിന്റെ സ്വത്ത് കൊടുക്കും. പക്ഷെ ദൈവത്താൽ അബ്രഹാമിന് ലഭിച്ച സമ്പത്ത് കൊടുക്കണമെങ്കിൽ, ദൈവത്താൽ ലഭിച്ച അവകാശം കൊടുക്കണമെങ്കിൽ ദൈവം വാഗ്ദത്തം ചെയ്തിട്ട് ദൈവം നൽകിയവനെ കൊടുക്കാൻ സാധിക്കും. അതാണ് ഇസഹാക്ക്. അപ്പൊ അവിടെയാണ് വാഗ്ദത്തത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. വാഗ്ദത്തം എന്താ? പരിശുദ്ധാത്മാവാണ് വാഗ്ദത്തം. പരിശുദ്ധാത്മ എന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. നമ്മള് അപ്പോസ്തല പ്രവൃത്തി 1 അധ്യായത്തിന്റെ 4 വാക്യങ്ങൾ, ഞാൻ നിങ്ങളോട് ഇരിക്കുമ്പോൾ പറഞ്ഞ വാഗ്ദത്തം പരിശുദ്ധാത്മാവ്. ലൂക്കോസിന്റെ സുവിശേഷം 24-49 വാക്യം, പിതാവ് വാഗ്ദത്തം ചെയ്തതിന് നിങ്ങളുടെ മേൽ അയക്കും. അപ്പോസ്തല പ്രവൃത്തി 2 അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഇതാണ്. 17 വാക്യം മുതൽ കാണുമ്പോൾ പൗലോസ് യോവേൽ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തു പറയുമ്പോൾ പറഞ്ഞത് പിതാവ് വാഗ്ദത്തം ചെയ്തു. അപ്പൊ ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രോമിസ്. അപ്പൊ യഹൂദന്മാരുടെ വാഗ്ദത്തം എന്തായിരുന്നു? മശിഹ. പക്ഷെ ജാതികളുടെ വാഗ്ദത്തം പരിശുദ്ധാത്മ. എന്നാൽ ഇന്ന് യഹൂദന്മാർക്കും ജാതികൾക്കും ഒരുപോലെ പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ പ്രവേശനമില്ല. പിതാവിങ്കിലേക്ക് ഇന്ന് പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ പ്രവേശനം. നിങ്ങൾ ഞാനും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്നതിന് നമ്മൾ പലപ്പോഴും നമ്മുടെ ഇതുവരെയുള്ള അറിവും ബോധ്യമൊക്കെ വച്ച്
നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ചില ഭാവപ്രകടനങ്ങളാണ് ഒരു വ്യക്തി ആത്മാവിനെ പ്രാപിച്ചതിന് അടയാളം, അടിസ്ഥാനം എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ആക്ച്വലി സത്യത്തിൽ അത് തെറ്റാണ്. ആത്മാവിന്റെ സാന്നിധ്യത്തിൽ ആളുകൾ ജഡപ്രകാരം പ്രതികരിക്കുന്നതോട് ഞാൻ വിമർശനത്തോടല്ല സംസാരിക്കുന്നത്. എന്നാൽ ഒരു വ്യക്തി എപ്പോഴാണോ ആ വ്യക്തിയുടെ ഉള്ളിൽ ആഴമേറിയ ഒരു ബോധ്യം ഉണ്ടാകും, ഞാൻ ദൈവത്തിലും ജനിച്ചവനാണ്, ഞാൻ ദൈവത്തിന്റെ പൈതൽ, എപ്പോഴാണോ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ആ ബോധ്യം ഉണ്ടാകും, ആ ബോധ്യമാണ് രക്ഷിക്കപ്പെട്ടതിന്റെ അടയാളം. രക്ഷിക്കപ്പെട്ടു, ദൈവമായി തന്നെ കർത്താവിന് യേശുവിനെ ക്രിസ്തുവെന്ന് വിശ്വസിച്ചപ്പോൾ ദൈവത്തിന് ജനിച്ചു, ദൈവത്തിന്റെ പൈതലായി മാറി. ദൈവത്തിന്റെ പൈതലായി മാറിയ ഒരു വ്യക്തി ഇനി മകനായി തീരാനായിട്ട് എന്ത് ജോലിയാ ചെയ്യേണ്ടത്? അപ്പൊ ഇവിടെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ബോധ്യം ഇതാണ്, ഞാൻ വീണ്ടും ജനിച്ചു, വിശ്വാസത്താൽ പ്രാപിപ്പാൻ. ഇത് നമുക്ക് ആ രണ്ട് വാക്യങ്ങളെ ചേർന്ന് ഒന്ന് വായിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 40-ാം വാക്യം. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതി. 10-ാം വാക്യത്തിന് 39-ാം വാക്യം. നാമോ നാശത്തിലേക്ക് പിന്മാറുന്ന കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നു. അപ്പൊ അവിടെ സാഹചര്യങ്ങൾ മാറിപ്പോയി. വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കും. ഇവിടെയാണ് നാം രക്ഷ പ്രാപിച്ചു. എങ്ങനെ? വിശ്വസിച്ച്. അവരോ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിച്ചില്ല. അബ്രഹാം വിശ്വസിച്ചു. വിശ്വസിച്ചവനായ അബ്രഹാമിന് ദൈവം ഇസഹാക്ക് എന്ന സന്തതിയെ കൊടുത്തു. എന്നാൽ അബ്രഹാമിന്റെ വാഗ്ദത്ത സന്തതി ഇസഹാക്ക് ആയിരുന്നില്ല. അബ്രഹാമിന്റെ വാഗ്ദത്ത സന്തതി ആരാണെന്ന് ഗലാത്യ ലേഖനം 3:16 പറയുന്നു. അത് ക്രിസ്തു തന്നെ. ക്രിസ്തുവാണ് വാഗ്ദത്ത സന്തതി. അപ്പൊ അതായത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നു, തുടങ്ങുന്നവനും അവസാനിപ്പിക്കുന്നു. അതായത് ഇത് ആരംഭിച്ചത് ഇസഹാക്കിലാണ്. ദൈവം അബ്രഹാമിനോട് പറഞ്ഞ കവനന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ ഉടമ്പടി ആരംഭിക്കുന്നത് ഇസഹാക്കിലാണ്. എന്നാൽ ആ ഉടമ്പടിയുടെ പൂർത്തീകരണം വരുന്നത് ക്രിസ്തുവിലാണ്. രക്ഷ ആരംഭിച്ചത് ഇസഹാക്കിൽ, പക്ഷെ പൂർത്തീകരിച്ചത് ക്രിസ്തു. അബ്രഹാമും ദൈവം തമ്മിലുള്ള ബന്ധം ആരംഭിച്ചത്, മനുഷ്യനും ദൈവം തമ്മിലുള്ള ബന്ധം ആരംഭിച്ചത് അബ്രഹാമിലാണ്, പക്ഷെ പൂർത്തീകരിച്ചത് ക്രിസ്തു. ഇസഹാക്കിൽ ആരംഭിച്ചത് ക്രിസ്തുവിൽ പൂർത്തീകരിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മറക്കരുത്, നിങ്ങളും ഞാൻ രക്ഷയുടെ പൂർത്തി പ്രാപിച്ചു അബ്രഹാമിന്റെ വാഗ്ദത്തങ്ങളും ന്യായപ്രമാണങ്ങളും അല്ല. നിങ്ങളും ഞാനും അനുഗ്രഹിക്കപ്പെട്ടത്, നിങ്ങളും ഞാനും മാനിക്കപ്പെട്ടത്, നിങ്ങളും ഞാനും ഉയർച്ച പ്രാപിച്ചത്, ദൈവമക്കളായി തീർന്നത് പ്രവർത്തികളാലല്ല, ദൈവത്തിലുള്ള വിശ്വാസത്താൽ. ആമേൻ. അതായിരുന്നു അടിസ്ഥാനം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ എന്തുവാണ്? യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണ പുനരുത്ഥാനത്തെ വിശ്വസിച്ചുകൊണ്ട് ആത്മാവിനെ പ്രാപിക്കുക, അതായത് പുത്രന്മാരാന്ന് തിരിച്ചറിയുക. അതായത് നമ്മൾ ഈ ആത്മാവിനെ പ്രാപിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ചില ഭാവപ്രകടനങ്ങളെയൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നത്. തെറ്റൊന്നുമില്ല, അതിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഇവിടെ ഒരു ഭാവപ്രകടനങ്ങൾ എത്രമാത്രം ഉണ്ടായിരുന്നാലും നമ്മുടെ ഉള്ളിൽ യേശു ക്രിസ്തുവിലൂടെ നൽകപ്പെട്ട യാഗത്തെ, യേശുവിലൂടെ നിവർത്തിക്കപ്പെട്ട യാഗത്തെ, ആ യാഗത്തിന്റെ പൂർത്തിയും നമ്മുടെ അകത്ത് ബോധ്യത്തോടെ സ്വീകരിക്കുന്നില്ല എങ്കിൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിനകത്ത് ആമേൻ രക്ഷയുടെ സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ. ഇവിടെ ഞാൻ പറയട്ടെ,
മരണാനന്തരമുള്ള നിത്യത യേശു ക്രിസ്തുവിനെ ഭൂമിയിൽ യേശു എന്റെ പാപത്തിനു വേണ്ടി മരിച്ചു, ഉയർത്തെന്നിട്ട് ഇന്ന് ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നതോടെ മരണാനന്തരമുള്ള ജീവിതം, നിത്യജീവൻ. യെസ്. പക്ഷെ ഈ ലോക ജീവിതത്തിൽ നിത്യത അനുഭവിക്കണമെങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്കണം. അവിടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ നന്മയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നിങ്ങൾ മറക്കരുത്, ഇസഹാക്കിൽ ആരംഭിച്ചു, ക്രിസ്തുവിൽ പൂർത്തിയായി. നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിനകത്ത് രക്ഷയും ആരോഗ്യവും സമൃദ്ധിയും നന്മയും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഭാഗികമായിട്ടല്ല, പൂർണ്ണമായുള്ള രക്ഷയാണ് ഞാൻ പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ധൈര്യത്തോടെ സന്തോഷത്തോടെ കർത്താവിൽ നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സ്തോത്രം. നമ്മുടെ ജീവിതത്തിലെ ഈ വചന പഠന ധ്യാനം അവരുടെ ജീവിതത്തിനകത്ത് വലിയ ബലവും ശക്തിയും ധൈര്യത്തെ പകർന്നതിനായിട്ട് നന്ദി പറയുന്നു. ആ കേട്ട വചനപ്രകാരം, ഇപ്പൊ ഞങ്ങൾ കേട്ട വചനപ്രകാരം അതേ കർത്താവെ, യേശുവിന്റെ രക്തത്താൽ ഞങ്ങൾ നീതീകരിക്കപ്പെട്ടവരാണ്. പരിശുദ്ധാത്മാവെന്ന ദാനത്താൽ, പരിശുദ്ധാത്മാവെന്ന ആമേൻ ഞങ്ങളുടെ വാഗ്ദത്തത്താൽ ഞങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. ആ മക്കളാണെങ്കിൽ അവകാശികളാണെന്നുള്ള ബോധ്യത്തോടെ സകല ഭാരത്തെയും പ്രയാസത്തെയും നിരാശയും വെല്ലുവിളികളെയും അഭിമുഖീകരിച്ച് തകർക്കുന്നവരായി എഴുന്നേറ്റ് നിൽക്കാൻ പരിശുദ്ധാത്മാവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവനോടും ബലത്തോടും കൂടെ അപ്പായി വരെ നിർത്തണം. ജയാളികളായിട്ട് ഇവരെ മാറ്റണം. ഓരോ നിമിഷവും അവരുടെ ജീവിതത്തിന്റെ അവസ്ഥകളിൽ അസാധാരണ മാറ്റത്തെ കർത്താവ് നൽകുന്നതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവെ, പാപത്തിന് പരിഹാരം വരുത്തിയുണ്ട്, ന്യായപ്രമാണത്തിന്റെ സകല പ്രവൃത്തികളും നിവർത്തിച്ചതുകൊണ്ട് അവർക്കങ്ങ് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഉയർച്ചയും ആമേൻ സമൃദ്ധിയും അവരിൽ വെളിപ്പെടുമാറട്ടെ. അവസ്ഥകൾ മാറട്ടെ, ജീവൻ അവർ വെളിപ്പെടട്ടെ. കർത്താവ് അസാധാരണമായി തന്നെ വെളിപ്പെടട്ടെ. ഇതിനായിട്ട് ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞതിനായിട്ട് എല്ലാ മഹത്വവും അർക്കപ്പെട്ടു യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. ആമേൻ. പ്രൈസ് ഗോഡ്. ദൈവജനത്തിന്, യഹൂദന്മാർക്ക് കർത്താവ് കൊടുത്ത വാഗ്ദത്തം ക്രിസ്തു, ദൈവജനത്തിന് അല്ലെങ്കിൽ ജാതികൾക്ക് ദൈവം നൽകിയ വാഗ്ദത്തം പരിശുദ്ധാത്മ. അപ്പൊ അവര് കാത്തിരുന്നത് മശിഹായുടെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ജാതികൾ കാത്തിരുന്നത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ. അപ്പൊ പരിശുദ്ധാത്മാവ് സകലരുടെ മേലും വന്നു, അല്ലെ? അപ്പൊ ആ ആത്മാവിനെ പ്രാപിച്ചവര് മക്കളാണെന്നുള്ള ബോധ്യത്തോടെ, അത് യേശു ക്രിസ്തുവിലൂടെയാണ് നിശ്ചയമായും സാധ്യമായത്. യേശു ക്രിസ്തുവിൽ കൂടെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ക്രിസ്തുവിൽ ഞാൻ നീതീകരിക്കപ്പെട്ടവനാണെന്നുള്ള ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോവുക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു. ആമേൻ.